കോഴിക്കോട് ഫിസിയോതെറാപ്പി ചികിത്സാ മേഖലയിലെ വ്യാജന്മാരെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ. കഴിഞ്ഞ ദിവസം 2 കേസുകളിലായി പിടിക്കപ്പെട്ടവർ വ്യാജ ചികിത്സകരാണെന്നും ഫിസിയോതെറാപ്പിസ്റ്റുകൾ അല്ലെന്നും ഫിസിയോതെറാപ്പിസ്റ്റ് സംഘടന പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൽ ഫിസിയോതെറാപ്പിയുടെ മറവിൽ വ്യാജ ചികിത്സകരുടെ എണ്ണം പെരുകി വരികയാണെന്നും രേഖാമൂലം പോലീസിൽ പരാതി നൽകിയിട്ടും ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. മലാപ്പറമ്പ് കേന്ദ്രീകരിച്ച് നടന്ന ഒരു പെൺവാണിഭ സംഘവുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ഇക്ര ഹോസ്പിറ്റലിനടുത്ത് നടന്ന ഒരു കേസും, രണ്ടാമത്തെ കേസ് ക്രിസ്ത്യൻ കോളേജിനടുത്ത് ജാഫർഖാൻ കോളനിയിൽ നടന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കേസുമാണ്. യഥാർത്ഥത്തിൽ ഈ 2 വ്യക്തികളും ഫിസിയോതെറാപ്പിയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത വ്യക്തികളാണ് എന്ന് ഞങ്ങളിവിടെ പറയാൻ കൂടിയാണ് ഈ ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തത്. കാരണം ഇത്തരം ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കുന്ന സമയത്തോ ചോദ്യം ചെയ്യുന്ന സമയത്തോ ഇവർ ആദ്യം പറയുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നാണ്. കാരണം ഫിസിയോതെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ള ആളായിരിക്കും. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ ആ വർക്കിംഗ് ഏരിയ മാറ്റും. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, പല പ്രാവശ്യങ്ങളായി ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊന്നും വ്യക്തമായി ഞങ്ങൾ ഇന്നലെയും കമ്മീഷണറെ കണ്ടിട്ട് ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്യാനിട്ടോ പറയാനിട്ടോ അല്ല, അതിലൊരു ആക്ഷൻ ഒന്നും പുറത്തു വരുന്നില്ല. നമ്മൾ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അന്നും കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, കമ്മീഷണർ ഒന്നും ചെയ്തിട്ടില്ല.